അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം കാസർഗോഡ് സംസാരിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ നേതാക്കൾ സഖാവ് സി എച്ച് കുഞ്ഞമ്പു, അതോടൊപ്പം തന്നെ പ്രിയങ്കരനായ സഖാവ് കെ.പി. സതീഷ് ചന്ദ്രൻ, വേദിയിലെ ഡിവൈഎഫ്ഐയുടെയും എഐവൈഎഫിന്റെയും മറ്റ് സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കളെ, അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പിറന്നത് ചരിത്രമാണ്. 1987 ഇതിനു മുമ്പ് കാസർഗോഡ് ബസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒരു ചങ്ങല ആരംഭിച്ചത്. 1987 ഡിവൈഎഫ്ഐ എന്ന് ചങ്ങല പിടിക്കുമ്പോൾ കാസർഗോഡ് ബസ് സ്റ്റേഷൻ പരിസരത്ത് ആദ്യ കണ്ണിയായത് അന്നത്തെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇന്ന് രാജ്യത്തെ കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് ഹനൻ മുള്ളയാണ്. അന്ന് ആ വേദിയിൽ രണ്ടാമത്തെ കണ്ണിയാൾ ഇപ്പോൾ ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട സഖാവ് കുഞ്ഞമ്പു MLA ആണ്. അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്. അന്ന് കാസർഗോഡ് ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഇന്നീ വേദിയിലുണ്ട്. അത് LDFന്റെ ജില്ലാ കൺവീനർ സഖാവ് കെ.പി. സതീഷ് ചന്ദ്രനാണ്. രണ്ട് തലമുറകൾ വളരെ കൃത്യമായി നോക്കൂ നിങ്ങൾ. അഭിമാനത്തോടെ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുന്നു, 1987 ഡിവൈഎഫ്ഐ സൃഷ്ടിച്ച ചരിത്രം ഈ കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ മറ്റൊരു സംഘടനയ്ക്കും തിരുത്തി കുറിക്കാനായില്ല. അത് തിരുത്തിയത്, വീണ്ടും ആവർത്തിച്ചത് ഡിവൈഎഫ്ഐ എന്ന സംഘടന തന്നെയായിരുന്നു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ ചരിത്രം സൃഷ്ടിച്ച നിമിഷമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നും അകന്നു പോയത്. എന്തിനാണ് ഈ സമരം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു. ഇന്ന് ഉച്ചനേരത്ത് ടെലിവിഷനിൽ കണ്ട പ്രധാനപ്പെട്ട വാർത്ത, രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്. എന്താണ് RSSന്റെ ലക്ഷ്യം? 1925 പിറവിയെടുത്ത RSS 100 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. RSS ആൾക്കൂട്ടമല്ല, പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു സംഘടനയാണ്. എന്താണ് അതിന്റെ ലക്ഷ്യം? ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. ഇന്ത്യ എന്ന യൂണിയൻ റിപ്പബ്ലിക് എന്ന സങ്കല്പം RSS അംഗീകരിക്കുന്നില്ല. എന്താണ് ഇന്ത്യയുടെ ആത്മാവ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യയുടെ ആത്മാവെന്നാൽ ബഹുസ്വരതയാണ്, ഡൈവേഴ്സിറ്റിയാണ്. ആ ബഹുസ്വരതയെ അംഗീകരിക്കുന്നില്ല, പ്ലൂറലിസത്തെ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഈ രാജ്യത്തെ ഏകശിലാത്മകമായ, ഏക അധികാര കേന്ദ്രമുള്ള ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്നു.